ചായൻ്റെ ഒപ്പം തിന്നാൻ പറ്റിയ നല്ലൊരു ചായക്കടി എങ്ങനെ ഉണ്ടാവും? നമ്മുടെ മൈദപ്പൊടി, കുറച്ച് മുട്ട, അങ്ങനത്തെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കഥ നടക്കണതേ ഇവിടെയാണ്. ഈ കാലിപാത്രം ഉള്ളല്ലോ, അതിലൊന്നും ഇല്ലല്ലേ. അതിക്കുള്ള സാധനമൊക്കെ ഇപ്പോൾ വരും. ആദ്യം അതിക്ക് കുറച്ച് മൈദപ്പൊടി ആവശ്യത്തിനുണ്ട് എടുക്കുക. ഇനി ആ മൈദമാവിൻ്റെ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരെ അയക്കാണ് തട്ടാം. ആദ്യം ഒരു കോഴിമുട്ടാണ്ട് പൊട്ടിച്ചിടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് കുറച്ച് പഞ്ചസാര തട്ടുക, ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാനാണ്. പിന്നെ കുറച്ച് അപ്പക്കാരം, നമ്മുടെ ബേക്കിംഗ് സോഡയും കുറച്ച് ഓയിലും ചേർത്താണ്ട് നന്നായിട്ട് അങ്ങോട്ടാണ് മിക്സ് ചെയ്യാണ്ട്. അതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒക്കെ ഒട്ടി പിടിച്ചിട്ട് പരുവത്തിലാണ്ടാവും. പിന്നെ അങ്ങോട്ട് കൈ കൊണ്ടാണ്ട് കുഴക്കാൻ തുടങ്ങുക. കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം കുഴച്ച് എക്സ്ട്രാ വെള്ളമൊക്കെ ചേർത്ത് ഇങ്ങനെ ചുടുവെള്ളം ചേർത്ത് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കാണ്ട്. അങ്ങനെ കുറേ നേരം കുഴച്ചെടുത്താലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ഓയിൽ അതിൻ്റെ മേലക്കങ്ങോട്ട് ഒഴിച്ച് ഒന്നിങ്ങനെ കുഴച്ചെടുത്താൽ സാധനം നല്ല സോഫ്റ്റ് സെറ്റായി വരും. അപ്പോൾ നിങ്ങളിത് വിചാരിച്ചിട്ടുണ്ടാവും ഏകദേശം പൊറോട്ട മാവിൻ്റെ അതേപോലെ തന്നെ അല്ലേ എന്ന്. സംഗതി പൊറോട്ട മാവല്ല, അതൊരു ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു മോഡൽ ഐറ്റംസ് ആണ്. സംഗതി വേറൊരു ടേസ്റ്റും. ഇനി അത് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കണം. സാധനം നല്ല സോഫ്റ്റായി വന്ന് നിങ്ങൾ കണ്ടില്ലേ. അത് യെല്ലോ കളറായി നിൽക്കുന്നത് അതിൽ ആ കോഴിമുട്ടയും ഓയിലും കാരണമാണ് കേട്ടോ. സംഗതി ഒരു അരമണിക്കൂർ എടുത്ത് നോക്കിയപ്പോൾ നമ്മളുണ്ടാക്കിയ ഡോ കുറച്ച് ഉറച്ച് വന്നിക്കണ്. അപ്പം അതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്ത് സോഫ്റ്റാക്കി എടുക്കണം. ഇനി അതിൽ നിന്ന് ഓരോ ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാണ്ട് ഒരു 6 ബോൾസാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അതിമന്ന് ഇങ്ങനെ ഓരോന്നും മുറിച്ചെടുത്താണ്ട് കൈമ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മളിവിടെ വട്ടത്തിലാണ് പരത്തിയെടുക്കുന്നത്. നമുക്കിതൊരു വലിയ സൈസിൽ ഇങ്ങനെ പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അത് നിന്നിട്ട് ഒരു എണ്ണ തടവി വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റിന് വെക്കാം. പരത്തുമ്പോഴേ പൊട്ടി പിടിച്ചൊക്കെ പൊടിയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിങ്ങനെ ഒരു വലുപ്പത്തിൽ കുറച്ചൊക്കെ നല്ല തിന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാണ്ട്, പറ്റ കട്ടി കുറച്ച് ഇങ്ങനെ പരത്തിയെടുക്കാണ്ട്. കാരണം നമുക്ക് തട്ടി കട്ടിക്ക് ഇങ്ങനെ വെച്ച് റോൾ ചെയ്തെടുക്കാനുള്ള ആ സംഭവം ഇപ്പോൾ വരും, കണ്ടോളി. അങ്ങനെ എല്ലതും പരത്തിയാണ്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ചൊറുക്കൊന്നും നോക്കണ്ട കേട്ടോ. അതിൻ്റെ വക്കൊക്കെ എന്തായാലും കുഴപ്പമില്ല. എൻ്റെ ഒന്നും വക്കൊന്നും റെഡി ആയിട്ടില്ല. അങ്ങനെ പരത്തിയെടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ വെക്കുക. എല്ലാതും നല്ല അട്ടിക്കണ്ട് വെച്ചെടുത്തിട്ട് വേറൊരു പരത്തിൽ പരത്താണ്ട് അതെല്ലാം പാടി അട്ടിക്ക് വെച്ചതിന് ശേഷം അത് വേറിട്ട് പോരാക്കാൻ വേണ്ടി നല്ല ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കോയലറ്റ് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കാണ്ട്. വല്ലാതെ അങ്ങോട്ട് പ്രസ് ചെയ്ത് നിങ്ങളങ്ങോട്ട് കൂട്ടി അട്ടിയാണ്ട് പറ്റ കുറക്കണ്ട. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം അതിങ്ങനെ തലക്കുന്ന ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ തുടങ്ങാം. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ എയർ ഫോം ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എയർ ഗ്യാപ്പില്ലാതെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കുക. അതാണ് സംഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും ആ റോളൊന്ന് സെറ്റായി കിട്ടാനും വേണ്ടിയിട്ടേ അത് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അമ്മിമട്ട് ഇങ്ങനെ അരക്കണ ഉരുട്ടിയെടുക്കുക. പിന്നെ അങ്ങോട്ട് കത്തി അങ്ങോട്ട് എടുക്കുക, കട്ട് ചെയ്യുക. ഒരു വലുപ്പത്തിൽ കുറച്ച് കട്ടി കൂട്ടിയാണ് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അങ്ങനെ തലക്കുന്ന ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോവുക. കട്ട് ചെയ്യുന്നത് നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മടക്കുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിവിടെ വേറൊരു സംഗതി കൂടി പറഞ്ഞുതരാം. പൊറോട്ട നിങ്ങൾക്ക് വീശാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് പൊറോട്ടൻ്റെ മാവ് ഇതേമാതിരി ചെയ്തിട്ട് ഞാനിവിടെ ചെയ്തത് കുറച്ച് മധുരം കൂട്ടിയാണ് ഇട്ടത്. അതുകൊണ്ട് കുറച്ച് മധുരത്തിൻ്റെ ഒരു ഫ്ലേവർ, ഒരു പലഹാരത്തിൻ്റെ ഒരു ഫ്ലേവർ ആയിക്കാരം. അപ്പോൾ അങ്ങനെ ഇതേമാതിരി പൊറോട്ടൻ്റെ മാവ് ഇതേമാതിരി ചെയ്തിട്ട് കുറച്ച് വലുതാക്കിയാണ്ട് കട്ട് ചെയ്യുക. കുറച്ച് നല്ല വലുതാക്കിയാണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ലെയർ ഫോം ചെയ്യും. ആ മടക്ക കണ്ടില്ലേ. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ നല്ല വലുതാക്കിയാണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല വലിയ പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തത്. അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തുള്ളത് ഒന്ന് പ്രസ് ചെയ്താൽ ചെറിയ പൊറോട്ടൻ്റെ ചെറിയ രൂപം കിട്ടും. അപ്പോൾ ഇതിൻ്റെ വലിയ രൂപം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എല്ലതും അങ്ങനെ സെറ്റ് ചെയ്ത് കൈ കൊണ്ട് പ്രസ് ചെയ്ത് സംഗതിയൊക്കെ റെഡിയാക്കി വെച്ചാണ്. ഇനി അതൊക്കെ പാടെ പൊരിച്ചാണ്ട് എടുക്കുക. ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ഉത്തമം. അതിങ്ങനെ ഓരോന്ന് വരിയായിട്ട് ഇങ്ങനെ വെക്കുക. ആദ്യം ഒരു സൈഡ് ഇങ്ങനെ വെന്തതിന് ശേഷം അപ്പുറത്തേക്കാണ് മറിച്ചിടുക. ഒരു ബ്രൗൺ കളറായിട്ട് അങ്ങോട്ട് എടുക്കുക. സംഗതി ഉള്ളൊക്കെ വെന്തിട്ട് വേണം കേട്ടോ. ഒരു ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വേവിച്ചാൽ മതി. ഹൈ സ്പീഡിലായാൽ പെട്ടെന്ന് കരിഞ്ഞു. സംഗതി നമ്മളെ പൊറോട്ടേൻ്റെ പോലെ തന്നെ. അത് പൊറോട്ട എത്ര നേരമാണോ വേവിച്ചെടുക്കണത് ആ ടൈം തന്നെ നമ്മൾ ഇതിനും കൊടുത്താൽ മതി. അങ്ങനെ ഒക്കെ പൊരിച്ചിട്ട് അതോരെ പാത്രത്തിൽ കണ്ട് തട്ടുക. ഏതായാലും സംഗതി ഒരു ബർക്കി മോഡലാണ് നമുക്ക് കിട്ടിയത്. കണ്ടില്ലേ, അതിലുള്ള ആ മടക്ക കണ്ടില്ലേ നിങ്ങൾ, അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു ബർക്കി മോഡൽ. ബർക്കിയാണ് സംഗതി കേൾക്കാറില്ലേ, ഒരു റസ്ക് അതിനുള്ളൊരു സംഗതി ഉണ്ട്. അതിൻ്റെ ഉള്ള ആ ലെയർ ഉണ്ടില്ലേ, ഒരു മടക്ക പോലത്തെ, അതാണ് ആ സംഗതി അങ്ങോട്ട് കിട്ടണം. നല്ലൊരു ടീ ടൈം സ്പെഷ്യൽ സ്നാക്കാണ്. ഏതായാലും ഇത് പൊറോട്ടേൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല. പൊറോട്ടയുടെ ടേസ്റ്റിനെക്കാട്ടി കുറച്ച് മധുരം കൂടുതലാണ്. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് ക്രിസ്പിയാണ്. നല്ല വീട്ടിലൊന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ പഞ്ചസാരയുടെ സിറപ്പിൽ മുക്കി വെച്ച് കുറച്ച് നേരം മുക്കി വെച്ചെടുത്ത് കഴിച്ചാൽ അതും വേറെ രസീക്കാരം. ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കി, അത് നല്ല രസമുണ്ട്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഫുഡ് വാട്ട് കോർണർ.